ഹായ് ഹലോ ഇന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൊന്തി വരുന്ന ടൈപ്പ് പൂരി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ റവ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. എത്ര നന്നായിട്ട് കുഴക്കുന്നോ അത്ര നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനിത് 7 ഉണ്ടകളാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തടിങ്ങനെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ പൂരിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ ആക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ഞാനിത് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.